രാജ്യം ഇന്ന് വിപുലമായ ചടങ്ങുകളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. കർത്തവ്യപഥിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോ മുഖ്യാതിഥിയാകും. പരേഡുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിന് മാറ്റേകും. പ്രധാനമന്ത്രി അല്പസമയത്തിനകം യുദ്ധസ്മാരകത്തിലെത്തും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരാകും പതാക ഉയർത്തുക. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് നിന്നും സംസ്ഥാന തലസ്ഥാനത്ത് നിന്നുമുള്ള വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആദ്യം ഡി ധനസുമോദും ഒപ്പം തന്നെ ആർ ബി സനൂപും വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ആദ്യം ഡി ധനസുമോദിലേക്കാണ്. സുമോദ്, രാജ്യം എല്ലാം കൊണ്ടും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിലെത്തുക? എത്ര മണിയോടെ ചടങ്ങുകൾ ആരംഭിക്കും? ജിൽസി, ഇനി 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. രാജ്യത്തിന്റെ സൈനിക ശക്തിയും ആ കരുത്തും സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു വർണ്ണാഭയും വിളിച്ചോതുന്ന ഒരു പ്രകടനമായിരിക്കും ഈ കർത്തവ്യപഥിലുണ്ടാകുന്നത്. രാഷ്ട്രപതി ഭവൻ മുതൽ റൈസിന കുന്നിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന ഈ കർത്തവ്യപഥിലാണ് ഇത്തരത്തിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കർത്തവ്യപഥിലേക്കുള്ള ഒരു യാത്രയിലാണ്. കർത്തവ്യപഥിൽ പ്രത്യേകം അലങ്കരിച്ചിരിക്കുന്ന, പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലായിരിക്കും ഈ ആളുകൾക്കുള്ള ഒരു ഇരിപ്പിടം ഒരുക്കുക. അതിനുശേഷം രാവിലെ 9:30 യുദ്ധസ്മാരകത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ പുഷ്പചക്രവുമായി എത്തുന്നത്. പിന്നീട് വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളടക്കം എത്തി രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികൾക്ക് വേണ്ടി അവരുടെ ഒരു ആദരവ് അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ തരത്തിലുള്ള നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുക. ചടങ്ങുകൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യമായി ഒരു മുഖ്യാതിഥിയായി എത്തിയത്, വിദേശ രാജ്യത്തലവൻ എന്ന രീതിയിൽ എത്തിയിരുന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായ സുബിയാന്തോ തന്നെയാണ് ഇത്തവണ 75 വർഷം തികഞ്ഞ് 76ലേക്ക് രാജ്യം റിപ്പബ്ലിക് ആകുന്ന ദിവസം ആഘോഷിക്കാൻ വേണ്ടി ആ ചടങ്ങുകൾക്ക് വേണ്ടി എത്തുന്നത്. 3 സേനകളുടെയും കോസ്റ്റ് ഗാർഡുകളുടെയും ഡൽഹി പോലീസിന്റെയൊക്കെ പ്രത്യേക ഒരു പരേഡ് ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് എത്തിയ സംഘത്തിന്റെ ആർമിയുടെ 395 അംഗ ആർമിയുടെ ഒരു പ്രത്യേക പ്രകടനവും ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും. പ്രധാനമന്ത്രിയും ഇതുപോലെ തന്നെ രാഷ്ട്രത്തലവന്മാരും ചേർന്നായിരിക്കും ഈ സല്യൂട്ട് സ്വീകരിക്കുക. രാഷ്ട്രപതി അടക്കമുള്ളവർ ഈ ദിവസത്തിന് വേണ്ടി, ഈ സമയത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഒരു 9:00 ഇത്തരത്തിലുള്ള ഈ ചടങ്ങുകൾ ആരംഭിക്കുക. ഇതിനകത്ത് കേരളത്തിന്റെ ഒരു അഭിമാനിക്കാവുന്ന നമുക്കൊരു എടുത്തു പറയാവുന്ന ഒരു സംഭവം, CRPFനെ നയിക്കുന്നത് ഐശ്വര്യ ജോയിയാണ്. മലയാളിയാണ്. വടക്കൻ പറവൂർ സ്വദേശിയായ ഐശ്വര്യയാണ് നയിക്കുന്നത്. കഴിഞ്ഞ തവണയും നയിച്ചത് മലയാളിയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു നാരീശക്തി എന്നുള്ള ഒരു തീമിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിക്കവാറും ഡൽഹി പോലീസിനെ നയിച്ചത് ശ്വേതയായിരുന്നു. അതേപോലെ തന്നെ പല സേനകളുടെയും നയിച്ചത് സ്ത്രീകൾ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇത്തവണ ഒരു സാംസ്കാരിക പൈതൃകവും വികസനവും എന്ന രീതിയിൽ വിളിച്ചോതുകയാണെങ്കിൽ പോലും ഒരു മലയാളി വനിത തന്നെ CRPFനെ സേനയെ നയിക്കാൻ എത്തുന്നു എന്നുള്ളത് രാജ്യത്തിന് അഭിമാനമാണ്. കേരളത്തിനും അഭിമാനിക്കാം. അതിനുള്ള ഒരു ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ്. ഗതാഗത നിയന്ത്രണം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഇവർ പലരും എത്തിയിരിക്കുന്നത് അവരുടെ ഒരു പരമ്പരാഗത വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കേരളത്തിൽ നിന്നുള്ളവരായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായാലും അവരുടെ ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ സാക്ഷാത്കരിക്കുക, ഇവരുടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വ്യോമസേനയുടെ വിമാനങ്ങളുടെ ഒരു ആകാശ കാഴ്ച ഒരുക്കിയാണ്. ഒരു 12:30 ഈ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ അവസാനിക്കുക.